ഒരു സ്റ്റണ്ണിങ് കോമ്പിനേഷൻ വിച്ച് ഇസ് ഓൾസോ റെയർ. വനസിംഹം ഡിസൈൻസിൽ വന്നിട്ടുള്ള ഒരു കാറ്റഗറിയിൽ വരുന്ന ഒരു ഹാൻഡ് വോവൺ സാരിയാണ് കേട്ടോ. പ്യുവർ കാഞ്ചീപുരം ഹൈ ക്വാളിറ്റിയിലാണ് വന്നിരിക്കുന്നത്. ആൻഡ് ഇറ്റ്സ് ഗോട്ട് എ 2-ply വീവിങ് പാറ്റേൺ. ബോഡിയിൽ ഫുള്ളായിട്ട് നമുക്ക് സിൽവറിൻ്റെയും ഗോൾഡിൻ്റെയും ആയിട്ടുള്ള പച്ച ഡിസൈൻസ് ആണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. പീകോക്കിനോട് സിമിലർ ആയിട്ടുള്ള ഒരു ബുട്ടാണ് കേട്ടോ. ആൻഡ് ഇതിനകത്ത് നമുക്ക് ആ ഒരു തിന്നായിട്ട് വന്നിരിക്കുന്ന ഒരു കോൺട്രാസ്റ്റ് ബോർഡർ ലോവർ പോർഷനിൽ ആ ഒരു പിങ്കിൻ്റെയും നേവിയുടെ ആയിട്ടുള്ള കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത്. ആൻഡ് ഇതിൻ്റെ ഉള്ളിൽ വന്നിരിക്കുന്ന ആ ഒരു ഡബിൾ ഷെയ്ഡ് ദറ്റ് ഈസ് ഓൾസോ വേ ടു പ്രിട്ടി. അത് ഒരു ബ്ലൂവിൻ്റെയും ഗ്രീനിൻ്റെയും ഡബിൾ ഷെയ്ഡാണ്. ഒരു പീകോക്ക് ടോൺ അവിടെ വന്നിട്ടുണ്ട്. ഒരു ഭയങ്കര ഭംഗിയുള്ള ഒരു കളറാണ് കേട്ടോ. ഫുള്ളായിട്ട് വളരെ ഇൻട്രിക്കേറ്റ് ആയിട്ട് വീവ് ചെയ്തെടുത്തേക്കുന്ന വനസിംഹം ഡിസൈനും കുഞ്ഞ് റൗണ്ട് പേസ്ലിയുടെ 2 ബോർഡറിൻ്റെ നടുക്കായിട്ട് ഡയമണ്ട് ഡിസൈൻസും ആണ്. പിന്നെ ഈ ഒരു വെരി പ്രിറ്റി ടെമ്പിൾ ഡീറ്റെയിലിംഗ് ആ ഒരു ഇന്നർ എഡ്ജിൽ മാത്രമായിട്ട്. അപ്പോൾ പോർഷൻ നമുക്ക് ലോവർ പോർഷൻ്റെ ബോർഡറിൽ അതേ ലുക്ക് തന്നെയാണ്, പക്ഷെ അവിടെ കോൺട്രാസ്റ്റ് വന്നിട്ടില്ല. പല്ലുവും ഇതേ ഷെയ്ഡാണ്, ബോർഡറിൻ്റെ ആ ഒരു ടോണിൽ തന്നെയാണ് പല്ലുവും വന്നിരിക്കുന്നത്. അവിടെയും നമുക്ക് ഈ ഒരു വനസിംഹം ഡിസൈൻ്റെയും ഡയമണ്ട് ഡിസൈൻസിൻ്റെ ആയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത്. നമ്മൾ യൂഷ്വലി കാണുന്ന പല്ലു ഡിസൈൻസിൽ, നമ്മൾ കാഞ്ചീപുരത്തിനകത്ത് യൂഷ്വലി കാണുന്ന പല്ലു ഡിസൈൻസിൽ നിന്ന് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ലുക്കാണ് കേട്ടോ. ബ്ലൗസിൻ്റെ ബോർഡറിലും നമുക്ക് ഇതുപോലെ തന്നെയാണ് വന്നിരിക്കുന്നത്. നമ്മുടെ സാരിയുടെ ബോർഡറിൻ്റെ അതേ ലുക്ക്. ടെമ്പിൾ വരുന്നില്ല, പക്ഷേ അതിൻ്റെ ഔട്ടർ എഡ്ജിൽ വന്നിരിക്കുന്ന ആ ബോർഡർ കോൺട്രാസ്റ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ സാരി നമ്മൾ ആ ഒരു ബ്ലൗസിൻ്റെ ലുക്കിൻ്റെ കൂടെ വെയർ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ദാറ്റ് മേക്സ് എ ബ്യൂട്ടിഫുൾ ഡിഫറൻസ് ആസ് വെൽ. അപ്പോൾ AK102 എന്ന കോഡിലാണ് ഈ ഒരു റെയർ ലുക്കിൽ വന്നിട്ടുള്ള കോൺട്രാസ്റ്റ് കോമ്പിനേഷൻ. കോൺട്രാസ്റ്റ് നമുക്ക് ഭയങ്കര ട്രെൻഡിലുമാണ് വന്നിരിക്കുന്നത്. റാണി പിങ്ക് കോമ്പിനേഷൻ്റെ കൂടെയാണ് ചെയ്തേക്കുന്നത്. ചെക്ക് ഇറ്റ് ഔട്ട്. ഒരു ഈവനിങ് ഫംഗ്ഷൻ, ഒരു വെഡ്ഡിങ് ഫംഗ്ഷനൊക്കെ അറ്റൻഡ് ചെയ്യാം, നമുക്കൊരു ഡിഫറെൻറ്റ് ലുക്കിൽ പോയാലോ. ഭയങ്കര രസമുള്ളതായിട്ടുള്ള ഒരു സാരി ആട്ടോ ഞാനിന്ന് വെയർ ചെയ്തേക്കുന്നത്. ആക്ച്വലി ഇതിൻ്റെ ഹൈലൈറ്റ് പോർഷൻ ഈ ഒരു പല്ലു ആട്ടോ. പല്ലുവിലൊരു പ്രിൻറ്റ് ഡീറ്റെയിലിംഗ്, ഡിജിറ്റൽ പ്രിൻറ്റ്, അതിനെ ഹൈലൈറ്റ് ചെയ്ത് കട്ട് ബീഡ്സ് യൂസ് ചെയ്തേക്കോട്ടോ. മറ്റേ ഒരു ഗോൾഡൻ കട്ട് ബീഡ്സ് ആണ് ഇതിൽ യൂസ് ചെയ്തേക്കുന്നത്. ഭയങ്കര ഷൈനി ലുക്കിലാട്ടോ വന്നേക്കുന്നത്. ഈവനിങ് ഫംഗ്ഷനൊക്കെ ഭയങ്കര നമുക്ക് തിളങ്ങി പോകാൻ പറ്റുന്ന ഒരു സാരി ആട്ടോ. ഇതിൻ്റെ എഡ്ജിലായിട്ട് നമ്മുടെ ബോർഡർ ഡീറ്റെയിലിങ്ങിൽ വരുന്ന ഒരു സ്കാലപ്പ് എഡ്ജ് ഡീറ്റെയിലിംഗ് ആണ് വന്നേക്കുന്നത്. അതിലും കട്ട് ബീഡ്സും ഇതെല്ലാം ഹാൻഡിലാട്ടോ ചെയ്തേക്കുന്നത്. ഹാൻഡിൽ ചെയ്തെടുത്തേക്കുന്ന കട്ട് ബീഡ്സും അതുപോലെ ബീഡ്സും വൈറ്റ് ബീഡ്സും ഒക്കെ യൂസ് ചെയ്ത് ാണ് ആ ഒരു ബോർഡർ ഡീറ്റെയിലിംഗ് വന്നേക്കുന്നത്. സാരി ത്രൂ ഔട്ട് ആ ഒരു പ്ലീറ്റ്സ് എടുക്കുന്ന ഭാഗത്തൊക്കെ ആ ഒരു ഡീറ്റെയിലിംഗ് വന്നിട്ടുണ്ട്. ഇത് നെയിലോൺ ഓർഗൻസിലാട്ടോ വന്നേക്കുന്നത്. ഭയങ്കര നമുക്ക് വലിയ എഫേർട്ടൊന്നും ഇടാതെ തന്നെ പ്ലീറ്റ്സൊക്കെ കറക്റ്റായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സാരിയും കൂടിയാണ്. നമുക്കിത് പ്ലീറ്റ്സ് എടുത്തോ അല്ലെങ്കിൽ സിംഗിൾ, എനിക്ക് തോന്നുന്നു ഈ ഒരു ഹൈലൈറ്റ് നമുക്ക് കാണിക്കണമെങ്കിൽ സിംഗിൾ പ്ലീറ്റ്സ് ഒക്കെ ഇടുമ്പോഴായിരിക്കും അതിൻ്റെ ഭംഗി ശരിക്കും കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഷെയ്ഡ്സും കൂടെ ഉണ്ട് കേട്ടോ. നമുക്ക് ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്ത് കാണാം. ഞാൻ ഫസ്റ്റ് വെയർ ചെയ്തേക്കുന്ന ഒരു ലൈറ്റ് ക്രീം ഷെയ്ഡിൽ വന്നേക്കുന്ന സാരി കേട്ടോ. ഈ ഒരു ലുക്കിന് നമ്മൾ ഈ ഒരു പ്രൈസ് റേഞ്ച് ഗസ് ചെയ്യത്തില്ല കേട്ടോ. 3569 ആണ് പ്രൈസ് റേഞ്ച് വന്നേക്കുന്നത്. ഫുൾ ഹാൻഡ് ബീഡ്സ് യൂസ് ചെയ്ത് ഹാൻഡ് വർക്കിൽ ഫിനിഷ് ചെയ്തേക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ സാരി. നെക്സ്റ്റ് വന്നേക്കുന്ന ഒരു ഡാർക്ക് ഗ്രേയിഷ് ലൈലാക്ക് ഷെയ്ഡിലുള്ള കേട്ടോ. എല്ലാത്തിലും ആ ഒരു പല്ലു ആട്ടോ ശരിക്കും ഹൈലൈറ്റ് ചെയ്തേക്കുന്നത്. ആ ഒരു ഫ്ലോറിനെ ഹൈലൈറ്റ് ചെയ്ത് ഗോൾഡൻ ബീഡ്സ് യൂസ് ചെയ്തിട്ടുള്ള ഒരു വർക്ക്. അതിനകത്ത് ബീഡ്സ് വൈറ്റ് ബീഡ്സ് യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ ബ്ലൗസ് പീസ് വന്നേക്കുന്ന പ്രിൻറ്റഡ് ലുക്കിൽ ഹാൻഡ് വർക്കോട് കൂടി വന്നേക്കുന്ന ബ്ലൗസ് പീസ്. സ്കേർട്ടഡ് ആയിട്ടുള്ള ഈ ഒരു ഫ്ലോറൽ ലുക്കാണ് ബ്ലൗസിൽ വന്നേക്കുന്നത്. ഇത് നമുക്ക് ബോഡിയുടെ പോർഷനിൽ, ബ്ലൗസിൻ്റെ ബോഡിയുടെ ഫ്രണ്ട് പോർഷനിലോ അല്ലെങ്കിൽ നമുക്ക് ബാക്കിലോ ഒക്കെ യൂസ് ചെയ്യാം ഈ ഒരു ഫ്ലോറൽ ലുക്ക്. ദെൻ സ്ലീവിൻ്റെ പോർഷനിലും ഈ ഒരു സെയിം ഫ്ലോറൽ ലുക്ക് പ്ലേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് വന്നേക്കുന്നത് ഞാൻ വെയർ ചെയ്തേക്കുന്ന ആ ഒരു ക്രീം ഷെയ്ഡിൽ തന്നെയാണ്, പക്ഷെ ആ ഒരു പ്രിൻറ്റഡ് ഡീറ്റെയിലിങ് ഡിഫറെൻ്റ് ആട്ടോ. വാവ്, ശരിക്കും എല്ലാം ഭയങ്കര രസമുള്ളൊരു പ്രിൻറ്റഡ് ഡീറ്റെയിലിംഗ് ആണ് പ്ലേസ് ചെയ്തേക്കുന്നത്. ഒരു കുറേ ഫ്ലവേഴ്സിൻ്റെ അതും കളർ കോമ്പിനേഷൻ ഭയങ്കര രസമാട്ടോ. ഒരു പിങ്ക് ആൻഡ് ഓറഞ്ച് അതുപോലെ ബ്ലൂവിൻ്റെ ഒക്കെ ഒരു കോമ്പിനേഷനിൽ വന്നേക്കുന്ന ഒരു ഫ്ലോറൽ ഡീറ്റെയിലിംഗ്. അതിൻ്റെ കൂടെ വന്നേക്കുന്ന ബ്ലൗസ് പീസ് ആ ഒരു സെയിം ഷെയ്ഡിൽ ഒരു ബ്ലാക്കിൻ്റെ ഒരു ലൈറ്റ് ബ്ലാക്കിൻ്റെ ഒരു ഫ്ലോറൽ ഡീറ്റെയിലിംഗ് ആണ് വന്നേക്കുന്നത്. അതിൻ്റെ കൂടെ എംബ്രോയ്ഡറി ഡീറ്റെയിലിംഗ്. നെക്സ്റ്റ് വന്നേക്കാൻ വൈറ്റ് ആട്ടോ.
വൈറ്റിനകത്ത് നമുക്ക് എപ്പോഴും എന്ത് കളർ നമ്മൾ പ്ലേസ് ചെയ്താലും ഭയങ്കര ഹൈലൈറ്റ് ആയിരിക്കും അല്ലേ, വൈറ്റിനകത്ത് കാണാൻ വേണ്ടിയിട്ട്. വൈറ്റിനകത്ത് ഈ ഒരു ഒത്തിരി ഫ്ലവേഴ്സിൻ്റെ ഒരു കോമ്പിനേഷനാണ് കൊണ്ടുവന്നേക്കുന്നത്. ബ്ലൗസ് പീസ് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ക്രീം ഷെയ്ഡിനകത്ത് വന്നേക്കുന്ന ഫ്ലോറൽ ഡീറ്റെയിലിംഗ് ആണ് ഈ വൈറ്റിലും പ്ലേസ് ചെയ്തേക്കുന്നത്. ആ ഒരു സെയിം ലുക്കിൽ വന്നേക്കുന്ന ബ്ലൗസ് പീസ്. നെക്സ്റ്റ് വന്നേക്കുന്നത് ഈ ഒരു ഷെയ്ഡ് നമ്മൾ നേരത്തെ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ആ ഒരു ഫ്ലോറൽ ലുക്കിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഫ്ലോറൽ ലുക്കാട്ടോ ഇതിൽ വന്നേക്കുന്നത്. ഗ്രേയിൻ്റെയും അതുപോലെ ഒരു ഡാർക്ക് ബ്രൗണിൻ്റെയൊക്കെ ഒരു കോമ്പിനേഷനിൽ വന്നേക്കുന്ന ഒരു ഫ്ലോറൽ ഡീറ്റെയിലിംഗ്. ബ്ലൗസ് പീസ് ബ്ലാക്കിൻ്റെയും വൈറ്റിൻ്റെയും കോമ്പിനേഷനിൽ വന്നേക്കുന്ന ഒരു സ്പ്രിൻറ്റ് ഡീറ്റെയിലിങ്ങിൽ വന്നേക്കുന്ന ബ്ലൗസ് പീസ് വിത്ത് ഹാൻഡ് വർക്ക് ഡീറ്റെയിലിംഗ്. BLD 361 360 എന്ന 2 കോഡ്സിലാണ് ഈ സാരീസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത്. പ്രൈസ് റേഞ്ച് വരുന്നത് 3569 ചെയ്ത് അവിടെ. എവറി ഡേ വെയർ നമുക്ക് എപ്പോഴും ഉടുക്കാൻ പറ്റുന്ന കുറച്ച് സാരി, പക്ഷേ എന്നാലും നമുക്ക് ഉടുത്തിട്ട് ഒന്ന് ഈവനിങ് ആകുമ്പോഴത്തേക്ക് എവിടെയെങ്കിലുമൊക്കെ പോകാനുള്ള പ്ലാൻസൊക്കെ ആയിട്ട് നമ്മൾ പലയിടത്തും പോകാറില്ലേ, അങ്ങനെയുള്ള ലൈറ്റ് ഫങ്ഷനൊക്കെ പോകണമെങ്കിലും പറ്റുന്ന ഒരു നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു ചന്തേരി ബേസ് പോലത്തെ ഉള്ള ഒരു ഫിനിഷിങ്ങിലാണ് വന്നിരിക്കുന്നത്. ആൻഡ് അതിനകത്തൊരു ചെക്ക് വീവിങ് പാറ്റേൺ സെൽഫ് കളറായിട്ട് വന്നിട്ടുണ്ട്. ആൻഡ് ഓൾ ഓവർ എംബ്രോയിഡറി വിത്ത് ബനാറസി ബോർഡർ. അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ ഒരു അൺയൂഷ്വൽ ലുക്കിലാണ് വന്നിരിക്കുന്നത് വിത്ത് ഫ്ലോറൽ ഡിസൈൻസ്. അപ്പം നമുക്കിനി ഇതിൻ്റെ ബാക്കി കളേഴ്സും കൂടിയൊക്കെ ഒന്ന് കാണാം. ഇത് റെഡി ടു ഡിസ്പാച്ച് ആയിട്ട് നമുക്ക് സ്റ്റോക്ക് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാം. യു ഗെറ്റ് ഇറ്റ് വെരി സൂൺ. ആൻഡ് അതിനകത്ത് ഫുൾ ബ്രൊക്കേഡിൽ വന്നിട്ടുള്ള ആ ഒരു ബനാറസി ലുക്കിൽ തന്നെ വന്നിട്ടുള്ള ബ്ലൗസാണ്. അപ്പോൾ ഈ ഒരു ലുക്കാണ് എൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത്. സോ ദാറ്റ് ആക്ച്വലി ഗിവ്സ് ഇറ്റ് എ റിയലി ബ്യൂട്ടിഫുൾ ട്വിസ്റ്റ് അല്ലെങ്കിൽ ഒരു ഡിഫറൻസ്. ഈ ലുക്ക് ഒരു ബോഡിയിൽ വന്നിരിക്കുന്ന ചെക്ക് പാറ്റേൺസും ഫ്ലോറിൽ എംബ്രോയിഡറിയോ അങ്ങനെയുള്ള കോമ്പിനേഷൻസ് നമ്മൾ ബനാറസിയുടെ കൂടെ നമ്മൾ അങ്ങനെ അധികം കാണുന്നൊരു യുണീക്ക് കോമ്പിനേഷനാണ്. സാരി ഇറ്റ്സെൽഫ് ഇസ് വെരി പ്രിറ്റി. കളേഴ്സ് ആർ ഓൾസോ നൈസ്. നമുക്കൊന്ന് കാണാം. ഒരു ലൈറ്റ് ടീലാണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത്. അപ്പം ഇതേ സെയിം കളേഴ്സിൽ തന്നെയാണ് നെക്സ്റ്റും വന്നിരിക്കുന്നത് കേട്ടോ. ഇതാണ് എൻ്റെ ലുക്ക് വരുന്നത്. ആൻഡ് ഇതിൻ്റെ പല്ലുവിൽ നമുക്ക് ഫുള്ളായിട്ട് ഈ ഒരു ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡിൽ തന്നെ വീവിങ് പാറ്റേൺ, ജെറിയുടെ കൂടെ ഒരു കുറച്ച് ത്രെഡും കൂടി മിക്സ് ചെയ്തിട്ടാണ് അതിൻ്റെ ഒരു വീവിങ് സ്റ്റൈൽ വന്നിരിക്കുന്നത്. ആൻഡ് അതിൻ്റെ ബ്ലൗസ് വന്നിട്ട് ഇതാണ് ആ ഒരു ട്രഡീഷണൽ ബനാറസി മോട്ടീവ്സ് കുറച്ച് ക്ലോസറായിട്ട് ഫുൾ ഒരു ബ്രൊക്കേഡ് വീവിങ് പാറ്റേൺ അകത്ത് വന്നിരിക്കുന്ന ഒരു ലുക്കാണ്. അതാണ് അതിൻ്റെ ബ്ലൗസിൻ്റെ സാരിയുടെ ലുക്ക് വരുന്നത്. പീച്ച് പിങ്കും ലാവൻഡർ ലൈലാക്ക് കോമ്പിനേഷനും ഓഫ് വൈറ്റും ഗ്രീനും ലൈറ്റ് കോമ്പിനേഷൻസാണ് അതിനകത്ത് വന്നിരിക്കുന്നത്. അതാണ് എൻ്റെ ഒരു ഫുൾ ലുക്ക് വരുന്നത്. അപ്പോൾ ദിസ് ഇസ് എ പീച്ചി ഷെയ്ഡ്. ഇത് പക്ഷേ നെക്സ്റ്റ് ഒരു ഓറഞ്ച് സ്റ്റോണും കൂടി ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട് കേട്ടോ. വളരെ ക്ലോസ് ആണ്. ദൂരെ നിന്ന് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് രണ്ടും രണ്ടായിട്ട് കാണുമ്പോഴത്തേക്ക് പെട്ടെന്ന് കുറച്ചുകൂടെ ഓറഞ്ചിഷാണ്, എന്നാലും നമുക്ക് വ്യത്യാസം പെട്ടെന്ന് അറിയാൻ പറ്റിയെന്ന് വരില്ല. അതാണ് അതിൻ്റെ ലുക്ക് വരുന്നത്. നെക്സ്റ്റ് ഓറഞ്ച് സ്റ്റോണിൽ വന്നിരിക്കുന്ന ലുക്ക്. ഇത് BLD അല്ല, ഇത് RR178 എന്ന കോഡിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. അതാണ് എൻ്റെ നെക്സ്റ്റ് വണ്ണിൻ്റെ ലുക്ക് വരുന്നത്. നമ്മൾ ഈ ഒരു ഇത് നമുക്കിപ്പോൾ ഒരു എവറി ഡേ വെയറിന് ഇതിൻ്റെ ഒരു കംഫർട്ട് വൈസ് പറ്റും. അങ്ങനെ ഉടഞ്ഞു പോകുന്ന ഒരു മെറ്റീരിയലൊന്നും അല്ല. ചന്തേരിയുടെ ഒരു ഫിനിഷിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഒരു ഈവനിങ് ലുക്കിനും എക്സ്ട്രാ ആയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ബാഗിൽ തന്നെ ആക്സറീസ് ഒക്കെ ക്യാരി ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ ഇറ്റ്സ് ഫൈൻ, യു ഗുഡ് ടു ഗോ. അപ്പോൾ അങ്ങനെയുള്ള ലുക്കിൽ വന്നിട്ടുള്ള ബഡ്ജറ്റ് റേഞ്ചുമാണ്. ഭയങ്കര എക്സ്പെൻസീവ് റേഞ്ചൊന്നും അല്ല. 4299 റേഞ്ചിലാണിത് വന്നിരിക്കുന്നത്. ആൻഡ് ദെൻ വി ഹാവ് എ ഗ്രേ. എനിക്ക് പേഴ്സണലി ഗ്രേ ആണ് ഒരുപാട് ഇഷ്ടപ്പെട്ടത്. കാണാൻ എനിക്ക് ചേരുന്നുണ്ടോ എന്നുള്ളത് എനിക്കൊന്ന് മിററിൽ വെച്ച് നോക്കിയാലേ അറിയത്തുള്ളൂ. ഐ എം നോട്ട് ക്വൈറ്റ് ഷുവർ. ഇതാണ് അതിൻ്റെ നെക്സ്റ്റ് വൺ. അപ്പോൾ ഇതിൻ്റെ ട്രാൻസ്പെറൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൈറ്റായിട്ടുള്ളൊരു ലുക്കിലാണ് വന്നിരിക്കുന്നത്. ഭയങ്കര തിക്കല്ല, അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ലൈറ്റ് വീവിങ് സ്റ്റൈലാണ്. ക്യാരി ചെയ്യാനുള്ള ഒരു ഈസും കംഫർട്ടും ഒക്കെ വരുന്നുണ്ട്. പക്ഷേ ലൈറ്റായിട്ടൊരു ട്രാൻസ്പെറൻസി ഇവിടെ ചെറുതായിട്ട് വരുന്നുണ്ട്. ചെക്ക് പാറ്റേണും പിന്നെ ആ ഒരു ഫ്ലോർ ലൈൻസും കൂടെയൊക്കെ വരുന്നുണ്ട്. എംറ്റി അല്ലാത്തത് കൊണ്ട് ഇറ്റ്സ് മച്ച് ബെറ്റർ എന്ന് പറയാം. നമ്മൾ സോൾട്ട് സാരി എടുക്കുമ്പോൾ ഉള്ള ഒരു അത്രയും ട്രാൻസ്പെറൻസി അത് വരത്തില്ല. അപ്പോൾ RR178 4299 റേഞ്ചിൽ വന്നിരിക്കുന്ന സാരീസ്. ആൻഡ് ദിസ് ഇസ് റെഡി ടു ഡിസ്പാച്ച്.